BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും നേതൃത്വത്തിൽ ബഹ്റൈനിലെ സർക്കാർ സേവനങ്ങളിൽ പുരോഗതി കൈവരിച്ചതായി ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമദ് ബിൻ ഫൈസൽ അൽ മാൽക്കി പറഞ്ഞു. 2023-26 എന്ന സർക്കാർ പരിപാടിയുടെ ഭാഗമായി 500 സർക്കാർ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ സർക്കാർ സ്ഥാപനവും സേവന മെച്ചപ്പെടുത്തലുകളും പുനർനിർമ്മാണ പ്രക്രിയകളും നടപ്പിലാക്കുന്നതിനായി ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 24 സർക്കാർ സ്ഥാപനങ്ങളിലുടനീളമുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 7 മാസമായി ഒരു പ്രത്യേക സമിതി ഈ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും വ്യക്തികൾക്കായി 240 സേവനങ്ങൾ, ബിസിനസ്സുകൾക്കായി 180, മറ്റ് 80 സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സമിതി സഹായിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്ത് ലഭ്യമായ സേവനങ്ങളുടെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനാലാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യത്തെ പഴക്കമുള്ള ഭൂഗർഭ കിണറുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം കിണറുകളുടെ ഉടമകളോട് അവരുടെ വിശദവിവരങ്ങൾ അധികാരികളുമായി പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായി ബഹ്റൈൻ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം നവംബർ 30-നകം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഭൂഗർഭജലത്തിന്റെ പരിപാലനം ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കിണറുകളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ മന്ത്രാലയം ആരംഭിച്ചതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. വിവിധ മേഖലകളിലെ അത്തരം കിണറുകളുടെ എല്ലാ ഉടമകളും നിയന്ത്രണങ്ങൾ പാലിക്കുകയും നവംബർ 30-ന് ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡയറക്ടറേറ്റിൽ അവരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാം ജയന്തി ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി വിപുലമായി ആഘോഷിച്ചു. കേരളം കണ്ട ഏറ്റവും മഹാനായ സാമൂഹിക പരിഷ്കർത്താവും ആത്മീയാചാര്യന്മാരിൽ പ്രമുഖനാണ് ശ്രീനാരായണ ഗുരുദേവനെന്നും ചെയർമാൻ കൃഷ്ണകുമാർ റെഡ്ഡി പറഞ്ഞു. ഗുരുദേവൻ കൊളുത്തിവെച്ച അറിവിന്റെ തിരുനാളം ഒരു കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ ശ്രീനാരായണ ഭക്തർക്കും അദ്ദേഹം ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഗുരുദേവ ജയന്തി ആശംസകൾ നേർന്നു. ബഹ്റൈനിലെ സാമൂഹിക സേവന രംഗത്ത് നിരവധി സേവനങ്ങൾ നൽകി വരുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ലോക മാനവിക ദിനം ആചരിച്ചു. ലോക മാനുഷിക ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സോഷ്യൽ എയ്ഡ് മൂവ്മെന്റിന്റെ പേരിൽ ബീറ്റ് ദ ഹീറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മനാമയിലെ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളുടെ ഹോസ്റ്റലുകൾക്ക് സമീപം വെള്ളം, ജ്യൂസ്, തൊപ്പികൾ, ബഹ്റൈൻ ബസ്കോ കാർഡുകൾ എന്നിവ വിതരണം ചെയ്തു. വിതരണത്തിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധി രമണൻ, സയ്യിദ് ഹനീഫ്, ഗുദൈബിയ കൂട്ടം, മുജീബ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിൽ ജോലി നഷ്ടപ്പെട്ട വിസ കാലാവധി കഴിയാറായ കൊല്ലം സ്വദേശി ദിലീപ് കുമാറിന് നാടണയാൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കൈത്താങ്ങ്. കൊല്ലം പ്രവാസി അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സഹായത്തോടെ നാട്ടിലേക്ക് പോകാനുള്ള വിമാനയാത്രാ ടിക്കറ്റും യാത്രാ സഹായവും കൈമാറി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ് ജമാൽ, ഷമീർ സലീം എന്നിവർ സന്നിഹിതരായിരുന്നു. ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് വൈറസിനെതിരെ മുൻകരുതലുകളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വൈറസിന്റെ വ്യാപനം തടയാനായി ആശുപത്രികളിലും വിമാനത്താവളങ്ങളിലും അത്യാഹിത വാർഡുകൾ സജ്ജീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം. തൊലിപ്പുറത്ത് തിണർപ്പുമായി ആശുപത്രികളിൽ എത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് നൽകിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രോഗലക്ഷണമുള്ളവരുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കും. മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾക്കും നിർദ്ദേശമുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. SC/ST വിഭാഗക്കാരെ ജാതിയടിസ്ഥാനത്തിൽ വിഭജിക്കാനും ക്രിമിലെയർ നടപ്പിലാക്കാനുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ ഇന്ന് കേരളത്തിൽ സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം ചെയ്ത ദളിത് ആദിവാസി സംഘടനകൾ. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കും. വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഊരുകൂട്ട് ഏകോപന സമിതി, ഗോത്ര മഹാസഭ, മല അരയ സംരക്ഷണ സമിതി, MCF വിടുതലൈ ചിരുതെങ്കൾ, കച്ചി ദളിത് സാംസ്കാരിക സഭ, കേരള സംഭവ സൊസൈറ്റി, കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം
നൽകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്നും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകളുടെ വെളിപ്പെടുത്തലടങ്ങുന്ന അതീവ രഹസ്യാത്മക റിപ്പോർട്ടെന്ന് കത്തിൽ ആവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ഇക്കാര്യത്തിൽ ഒറ്റ നയമാണുള്ളത്. ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തുവരുന്നതിന് സർക്കാർ എതിരല്ല. സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗൗരവകരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി ശുപാർശ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ശുപാർശ നടപ്പാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നും പരിഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണം, നിയമ നടപടി സ്വീകരിക്കും, അതിക്രമം അംഗീകരിക്കാനാവില്ല, നിയമസാധുത പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണം. രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്നും എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതാണ്. ഡോക്ടർമാർ രോഗികളോട് കൃത്യമായ വിവരങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസത്തിന്റെ വിവിധ വശങ്ങൾ വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തും. ഇതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ 179 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. 17 കുടുംബങ്ങളിൽ ആരും അവശേഷിക്കുന്നില്ല. ഈ കുടുംബങ്ങളിലെ 65 പേരാണ് ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടത്. 119 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 172 പേരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പണം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിൽ 729 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. 219 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി. 3 സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം. സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നത്. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്കൊപ്പം ഉല്ലാസയാത്രയും ആഘോഷവും നടത്തിയ ആലപ്പുഴ എയർ ക്യാമ്പ് SI ശ്രീനിവാസന് സസ്പെൻഷൻ. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 11 വർഷം മുൻപ് ആലപ്പുഴ നഗരത്തെ നടുക്കിയ കൊലപാതക ശ്രമത്തിൽ ജാമ്യം നേടിയ 3-ാം പ്രതി ഉണ്ണിക്കും സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് ASI ശ്രീനിവാസൻ ആഘോഷം നടത്തിയത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആഘോഷത്തിന്റെയും വിനോദയാത്രയുടെയും വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിന് പിന്നാലെ പ്രതികൾക്കൊപ്പം ആഘോഷത്തിൽ പങ്കാളിയായ ASIയുടെ ചിത്രവും വീഡിയോയും വൈറലായിരുന്നു. നഗരത്തിലെ കൊലപാതക ശ്രമക്കേസിൽ ജില്ലാ സെഷൻസ് കോടതി 11.5 വർഷം ശിക്ഷിച്ച ഉണ്ണി ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയതിന് പിന്നാലെയായിരുന്നു ആഘോഷം. സംസ്ഥാനത്തെ മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 13 ഇനങ്ങളുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 6 ലക്ഷം പേർക്ക് 36 കോടി രൂപ ചെലവിലാണ് ഈ വർഷത്തെ കിറ്റ് വിതരണം ചെയ്യുന്നത്. സപ്ലൈകോ ഓണച്ചന്തകൾ സെപ്റ്റംബർ 6 മുതൽ ആരംഭിക്കും. ജൈവ പച്ചക്കറിയും ഓണം ഫെയറുകളിൽ ഒരുക്കും. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ ലഭ്യമാക്കും. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നേരത്തെ ഗ്രീൻ സോണിലായിരുന്ന കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ കൂടി ഉൾപ്പെടുത്തിയാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് പുതുക്കിയത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അതേസമയം കേരളത്തിൽ കാലവർഷ മഴയിൽ 12% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ജൂൺ 1 മുതൽ ആഗസ്റ്റ് 19 വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ 1616.3 mm സാധാരണ മഴ ലഭിക്കേണ്ടിടത്ത് 1415.8 mm മഴ ലഭിച്ചു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരും കുറവ് മഴ ലഭിച്ചത് ഇടുക്കിയിലുമാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.